ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ്. ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മളിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 13 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം വേണം ഇങ്ങനെ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 8 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു നുള്ള് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്കായ, ഒരു ഗ്രാമ്പു ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ തൈര്, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിന്റെ പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് കോൺഫ്ലവറും അതുപോലെ ഒരു കോഴിമുട്ടയും ചേർത്തിട്ട് വീണ്ടും കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. 1 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. എന്നാലുള്ള നമ്മുടെ ആ ചിക്കനൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് അടിപൊളിയായി കിട്ടുള്ളൂ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് പുറത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് നാളികേരമാണ് കേട്ടോ. ഒരു 1/4 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെക്കരുത്. നമ്മൾ ഫ്രൈ ചെയ്യുന്ന ആ ഒരു ടൈമിൽ വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ടോസ്റ്റൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ പുറമേ ഉണ്ടാവില്ലേ ആ ഒരു മുരിമുരിപ്പ്, അതുപോലെ ഉണ്ടായിരിക്കും കേട്ടോ നമ്മളിത് കഴിക്കുമ്പോൾ. ഇപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കറിവേപ്പില ലാസ്റ്റാണ് ഫ്രൈ ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ ഈ നാളികേരം ചേർത്തെന്ന് വെച്ചിട്ട് കരിഞ്ഞു പോകുന്ന ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. ഒട്ടും കരിഞ്ഞു പോവില്ല. കണ്ടില്ലേ, ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓളെന്ന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവൻ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈയുടെ കൂടെ കഴിക്കാനായിട്ട് നെയ്ച്ചോറാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് കുക്കറിലാട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.